പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് നൽകി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ യഥാർത്ഥമായ അടിസ്ഥാനത്തിൽ ഉറപ്പിക്കാനും വേണ്ടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയും. കർത്താവിൽ ആശ്രയം വെച്ചുകൊണ്ട്, കർത്താവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നമ്മുടെ മക്കളും നമ്മുടെ ജീവിതങ്ങളൊക്കെ മുന്നോട്ട് പോകണം. എന്നാൽ ഇന്ന് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ സംഭവിച്ച എല്ലാ തകർച്ചയുടെ പിന്നിലേക്ക് നോക്കുമ്പോൾ ഒരു വലിയൊരു കാര്യം നമ്മൾ കാണാൻ പറ്റും. ദൈവത്തെ കൈവിട്ട മക്കൾ, അനേക മക്കള് ഇന്ന് അവരുടെ കാര്യങ്ങൾ, സംഭവങ്ങളൊക്കെ പറയുമ്പോൾ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, 10ാം ക്ലാസ് വരെ അൽത്താര സംഘം, പ്രാർത്ഥന, ഒരു കാലഘട്ടം പ്രാർത്ഥനയിലായിരുന്നു എന്ന് പറയുമ്പോ ഇന്ന് പല മക്കളും ദൈവം ഇല്ലാത്ത, ദേവാലയം ഇല്ലാത്ത, കൂദാശ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിപ്പോയിരിക്കുന്നു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിശാച് ചെയ്യുന്ന വലിയൊരു കാര്യം, ഈ ലോകത്തിന്റെ ചില സയൻസുകള്, മീഡിയ, അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ നിയമങ്ങള്, ചില പൈശാചികമായ വശീകരണങ്ങള്, അങ്ങനെ പല പല കാര്യങ്ങൾക്ക് അടിമപ്പെടുത്തി ദൈവത്തിൽ നിന്ന് അകറ്റുന്ന സിനിമകള്, റീലുകള്, കൂട്ടുകെട്ടുകള്, സംസ്കാരങ്ങള്, ഇതെല്ലാം വളർത്തിയെടുത്തുകൊണ്ട് പിശാച് അനേക മക്കളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞിരിക്കുന്നു. നമുക്കറിയാലോ, ദൈവം ഇല്ലാതെ പോയാൽ പിന്നെ നമുക്ക് ജീവനില്ലാത്ത അവസ്ഥ. ഈശോ പറഞ്ഞില്ലേ, എന്റെ ശരീരം ഭക്ഷിക്കുകയും, യോഹന്നാന്റെ സുവിശേഷം 6:53 ഈശോ പറഞ്ഞില്ലേ, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്തല്ലാതെ സത്യമായും സത്യമായും ഞങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകത്തില്ല. ജീവൻ നഷ്ടപ്പെട്ടു പോയ മാനവകുലത്തെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. ദൈവത്തിന് നഷ്ടപ്പെട്ടു പോയി, ജീവനില്ല. അങ്ങനെ വന്നാ പിന്നെ ജീവനില്ലായ്മയുടെ ഒരു ജഡമുണ്ട്, ജഡത്തിന്റെ ജീവൻ, ലോകത്തിന്റെ അരൂപി, അതുമായിട്ട് ബന്ധപ്പെട്ട പൈശാചിക സ്വാധീനങ്ങള്, ആധിപത്യങ്ങള്, അത് ഓരോ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ചിലപ്പോഴും പറയാറുണ്ടല്ലോ, ദൈവത്തെ കൂടാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഒന്നുകിൽ നമുക്ക് ദൈവത്തിന്റെ കൂടെ പറഞ്ഞ പോലെ കൈത്തണ്ടിനോട് ശാഖ എന്ന പോലെ ഈശോയോട് ചേർന്ന് നിന്ന് വളർന്ന് ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കാം. ഇനി അല്ലാതെ പോയാൽ, ദേവാലയം വിട്ട്, കൂദാശ വിട്ട്, ദൈവത്തെ വിട്ട് പടിയിറങ്ങിയാൽ പിന്നെ പിശാചിന്റെ പിടിയില് അവനിൽ വളർന്ന് കൊല്ലുന്ന, ഇല്ലാതാക്കുന്ന, നശിപ്പിക്കുന്ന പൈശാചികമായ പ്രവൃത്തികളിലേക്ക്, അവന്റെ സ്വഭാവങ്ങളിലേക്ക് നമ്മുടെ മക്കള് വീണു. അതുകൊണ്ട് ദൈവത്തെ കൈവിടുന്ന മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ചിലപ്പോഴെങ്കിലും നമ്മുടെ മക്കള് പ്രാർത്ഥിച്ചു, കിട്ടിയില്ല, തോറ്റുപോയി, വിചാരിക്കണ പോലെ ഇന്റർവ്യൂ പാസ്സായില്ല, ജോലി കിട്ടിയില്ല, ഒന്നും ശരിയായില്ല, അതിന്റെ പേരില് ദൈവത്തെ അങ്ങോട്ട് വിട്ടു, ദൈവത്തെ കൈവിട്ടു. നമുക്ക് ദൈവത്തെ വേണ്ടത്, അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, ദൈവത്തിന് വേണ്ടിയാണ്. നമുക്ക് ദൈവത്തെ തൈത്തണ്ടിന് കൂടിയ തീരു, ശാഖിക്കുന്ന പോലെ നമുക്ക് ദൈവത്തെ കൂടിയ തീരു. ഇന്നെല്ലാവരും ദൈവത്തിൽ നിന്ന് കാര്യസാധ്യത്തിന് വേണ്ടി ഓടി നടക്കുമ്പോ, കാര്യസാധ്യം കിട്ടാതെ വരുമ്പോ പിന്നെ ദൈവം വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്ന എത്രയോ മക്കളാണ്. പള്ളിപ്പൊക്ക് നിർത്തി, കൂദാശകൾ വേണ്ടെന്ന് വെച്ചു, ദൈവത്തോട് വെറുപ്പായി, ദൈവത്തെ അങ്ങോട്ട് കൈവിട്ടു. അനേക മക്കൾ, അച്ഛനറിയാം, ദൈവത്തെ കൈവിട്ടു. പിന്നെ എങ്ങനെ മക്കൾ ജീവിക്കും? അതുകൊണ്ട് ദൈവത്തെ എന്ത് വന്നാലും, എന്ത് സഹനം വന്നാലും, പരാജയം വന്നാലും, തകർച്ച വന്നാലും, വിജയം വന്നാലും, സമ്പത്ത് കിട്ടിയാലും, പഠിച്ചാലും, ജോലി കിട്ടിയാലും, എന്തെല്ലാം നേടിയാലും, എനിക്കും നിനക്കും വേണ്ടത്, നമ്മുടെ മക്കൾക്കും വേണ്ടത് ദൈവത്തെയാണ്. ചില മക്കൾക്ക് സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദൈവം വേണ്ട, ജോലി കിട്ടി ദൈവം വേണ്ട, വിദ്യാഭ്യാസം കിട്ടി, ജോലി ദൈവം വേണ്ട, ഇനി കിട്ടിയില്ല ദൈവം വേണ്ട. എന്തിനും ഏതിനും പാവം ദൈവത്തെ വേണ്ടാന്ന് പറയുന്ന ഒരു ഗതികെട്ട ദുരന്തം നമ്മുടെ കുടുംബങ്ങളെ, ജീവിതങ്ങളെ, വളർച്ചയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ബൈബിളിൽ കർത്താവിന്റെ വേദന നമുക്കറിയാലോ. ദൈവത്തെ കൈവിട്ട ദൈവജനത്തെ ഓർത്ത് വേദനിക്കുന്ന ദൈവം യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-ാം വചനത്തിൽ പറഞ്ഞുണ്ട്, എന്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ഒന്ന്, ജീവജലത്തിന്റെ ഉറവിയായ എന്നെ അവർ ഉപേക്ഷിച്ചു.
കണ്ടോ, ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു. എന്നിട്ട് എന്താ ചെയ്തേ? ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിച്ചു. ഇന്ന് പൊട്ടക്കിണർ, ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിച്ച് ജീവജലത്തിന്റെ ഉറവയായ ദൈവത്തെ കൈവിട്ട മക്കള് നശിച്ച് അടങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. അതാണ് ദൈവത്തിന്റെ വേദന. യെശയ്യാ പ്രവാചന പുസ്തകം 1:2 പറഞ്ഞില്ലേ, എന്റെ ജനം അറിയുന്നില്ല. ആകാശമേ കേൾക്കുക, ഭൂതലമേ ചെവി തരിക. ഞാൻ മക്കളെ പൊറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കും. കാള അതിന്റെ യജമാനെ അറിയുന്നു, കഴുത അതിന്റെ യജമാനെ തൊഴുത്തരുന്നു. എന്റെ ജനം അറിയുന്നില്ല, എന്റെ ജനം എന്നെ കൈവിട്ടു. എന്റെ മക്കളെ, നമുക്ക് ഇതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തെ കൈവിടാതെ ദൈവത്തിൽ വളരുന്ന, അത് കുറച്ച് നാളത്തേക്ക് കാര്യസാധനത്തിന് വേണ്ടിയില്ല, എപ്പോഴും കിട്ടിയാലും ഇല്ലെങ്കിലും, നേടിയാലും ഇല്ലെങ്കിലും ദൈവത്തെ കൈവിടാത്ത ഒരു ദൈവബന്ധമുണ്ടെങ്കിൽ, നമ്മൾ വായിക്കുന്നുണ്ടല്ലോ പ്രഭാഷണ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനത്തില്, കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായിട്ടുള്ളത്? ആരും ഭഗ്നാശരായിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, കർത്താവിനെ കൈവിടാത്തൊരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ന് അതിന് വേണ്ട അവസ്ഥയില് കുർബാന പ്രശ്നം, സഭയിലെ പ്രശ്നം, വഴക്കടിക്കല്, ഇതൊക്കെ പിശാചിന്റെ വലിയ തന്ത്രമാണ്. നമ്മൾ അതിലൊന്നും പെടരുത്. ആരൊക്കെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും എനിക്ക് എന്റെ കർത്താവിനെ വേണം, എനിക്ക് വിശുദ്ധ കുർബാന വേണം, എനിക്ക് ഈശോയെ വേണം. ആ ഒരു ആഴപ്പെട്ട ബന്ധത്തില് കർത്താവിനെ മുറുകെ പിടിച്ചു പോകാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഇന്നെല്ലാം കൊണ്ടും, സഭയിലും സംസ്കാരത്തിലും രാജ്യത്തിലും സിനിമയിലും മീഡിയയിലും കൂട്ടുകെട്ടിലും എന്തിലും ഏതിലും ദൈവത്തെ കൈവിടാനുള്ള വലിയൊരു പ്രേരിപ്പിക്കലുണ്ട്. കർത്താവിന്റെ മഹത്വം വിട്ടുപോയാൽ, കർത്താവിനെ നഷ്ടപ്പെട്ടു പോയാൽ, കർത്താവിനെ കൈവിട്ടു പോയാൽ, പിന്നെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതം അതിനാൽ തന്നെ നശിച്ചു. അതുകൊണ്ട് ഈ ഒരു പൊതുവായൊരു അവസ്ഥ ഇന്ന് നമ്മുടെ മക്കളിലുണ്ട്, കുടുംബങ്ങളിലുണ്ട്. അച്ഛനോട് സംസാരിക്കുന്ന, അച്ഛനെ കാണാൻ വരുന്ന, മക്കളുടെ പ്രശ്നവുമായിട്ട് വരുന്ന ഒരു 100% പേരും പറയുന്ന, 100 ഉണ്ടാവില്ല എന്നാലും 99% പേരും പറയുന്ന വലിയ കാര്യമാണ് കർത്താവിനെ കൈവിട്ട മക്കൾ. അതുകൊണ്ട് ഇന്ന് ഈ വിഷയം എടുത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട് ഈശോ ആവശ്യപ്പെടുമ്പോ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്തിനു വേണ്ടി? എന്തു വന്നാലും കർത്താവിനെ കൈവിടാതെ കർത്താവിനോട് ചേർന്ന് നിന്ന് കർത്താവിൽ വളരുന്ന, അങ്ങനെ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന പൊന്നുമക്കളാക്കി ഞങ്ങളുടെ മക്കളെ മാറ്റണം. ഈ മക്കളെ മാത്രമല്ല, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ, നമ്മുടെ കുടുംബം, നമ്മുടെ കുടുംബാംഗങ്ങള്, ബിസിനസ്, ജോലി, പഠനം, പൗരോഹിത്യം, ശുശ്രൂഷ എല്ലാം കർത്താവിനെ കൂടെ നിർത്തി, കർത്താവിനെ മാറ്റി നിർത്തി, കർത്താവിനാലല്ലാതെ നയിക്കപ്പെടാതിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യാന സന്നദ്ധിയില് ഈ ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവത്തെ കൈവിട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ധൂർത്തപുത്രരെ പോലെ വീണ്ടും തിരിച്ചു വന്ന് അപ്പനെ കെട്ടിപ്പിടിച്ച് അപ്പനെ സ്വീകരിച്ച് സുബോധത്തോടെ വിശ്വാസത്തിലും ഉദാശയിലും ദൈവ ബന്ധത്തിലും ദൈവത്തിലും ജീവിക്കാനുള്ള വലിയൊരു ഭാഗ്യം നമ്മുടെ മക്കൾക്ക് ലഭിക്കട്ടെ. ഒപ്പം നമ്മുടെ വളർന്നു വരുന്ന മക്കള് ദൈവത്തെ കൈവിടാതെ ജീവിക്കും. ഇനി ഒരു കാര്യം വെച്ചാൽ പറയാനുള്ളത്, ഈ കർത്താവിനെ രുചിച്ചറിയിപ്പിക്കണം. ചിലപ്പോ ഓർക്കാണ്, ഈ ആൾത്താരയിലൊക്കെ നിന്ന് കുർബാന സ്വീകരിച്ച് നിന്ന മക്കള് ഈ കർത്താവിനെ, ഈ കുർബാനയെ ഒന്ന് അനുഭവിച്ചിരുന്നെങ്കിൽ, അവരനുഭവിച്ചിരുന്നെങ്കിൽ അത് സങ്കീർത്തനം പറഞ്ഞ പോലെ കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ രുചിച്ചറിയണം. അത് രുചിച്ചറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ മക്കൾ 10ാം ക്ലാസ് അല്ല 11ാം ക്ലാസ് അല്ല, എത്ര ഡിഗ്രി കഴിഞ്ഞാലും എത്ര ജോലി കിട്ടിയാലും ഈ കർത്താവിനെ വിട്ടു പോകില്ല. ഈ രുചിച്ചറിയൽ കൊടുക്കാൻ സഭ പരാജയപ്പെട്ടു, കാറ്റഗിസം പരാജയപ്പെട്ടു, നമ്മുടെ ദേവാലയങ്ങൾ പരാജയപ്പെട്ടു, നമ്മുടെ കന്യാസിമാരും അച്ഛന്മാരും പരാജയപ്പെട്ടു, നമ്മുടെ കുടുംബങ്ങൾ പരാജയപ്പെട്ടു. അത് ഒരു വലിയൊരു കാരണമാണ്. രുചിച്ചറിഞ്ഞ മക്കള് ആ രുചി പകർന്നു കൊടുത്ത് കർത്താവിൽ വളരണം, വളർത്തണം. ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇതെല്ലാം വച്ചുകൊണ്ട് അനുതാപത്തോടെ മാപ്പ് ചോദിച്ച് നമ്മുടെ മക്കള് കർത്താവിനെ കൈവിടാതെ ജീവിക്കാൻ ഈശോ അവർക്കൊരു അനുഭവമായിട്ട് മാറട്ടെ. വിശുദ്ധ കുർബാന ദിവ്യകാരുണ്യം ഒരു അനുഭവമായിട്ട് മാറട്ടെ. ആ ഒരു ബന്ധത്തില് രുചിച്ചറിഞ്ഞ് ജീവിക്കട്ടെ. ഒരിക്കലും അവർ കർത്താവിനെ വിട്ടു പോകില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ കൃപയും സമാധാനവും നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ മക്കളിലും നിറയപ്പെടുമാറാകട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്
നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരണീശോയെ, വലിയ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് ചേർന്ന് നിന്ന് ജീവിക്കാൻ, അങ്ങയിൽ വളരാൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദിവ്യകാരുണ്യമായിട്ട് കൂടെ വസിക്കുമ്പോ അങ്ങയോട് ചേർന്ന് വളരേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ മക്കളും അങ്ങയിൽ നിന്ന് അകന്നു പോകാതിരിക്കട്ടെ. വിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങളിൽ വസിക്കാനും ദിവ്യകാരുണ്യത്തിലൂടെ ഞങ്ങളെ ചേർത്ത് പിടിച്ച് അങ്ങയിൽ ഞങ്ങൾ ജീവിക്കാനും വളരാനും വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയ കരുണയോർത്ത്, ഈ ദിവ്യകാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ഞങ്ങളെ തന്നെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെ പ്രത്യേകം ആ വിധത്തിൽ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ അനേക മക്കള് 10ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 12ാം ക്ലാസ് വരെ ഒരു കാലഘട്ടം അങ്ങയിൽ വളരുന്നു, അങ്ങയോട് ചേർന്ന് ജീവിക്കുന്ന പോലെ ജീവിക്കുന്നു. കർത്താവെ, അത് കഴിയുമ്പോ അങ്ങയെ വിട്ട് പടിയിറങ്ങി പോകുന്ന അനേക മക്കൾ, അങ്ങയുമായി യാതൊരു ബന്ധമില്ലാതെ അങ്ങയെ കൈവിടുന്ന മക്കൾ, ഞങ്ങളുടെ മക്കളെ സ്നേഹത്തോടെ സമർപ്പിക്കുന്നു. അങ്ങ് പറഞ്ഞ പോലെ തൈത്തണ്ടിനോട് ശാഖ എന്ന പോലെ ഞങ്ങളുടെ മക്കള് ഈശോയെ അങ്ങയിൽ വളരട്ടെ, അങ്ങയിൽ നിന്ന് വളരട്ടെ, അങ്ങയുടെ കൃപയില് ജീവന സമൃദ്ധിയില് നിറയപ്പെട്ട് പഠിക്കട്ടെ, ജീവിക്കട്ടെ, വളരട്ടെ. ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് അങ്ങയുമായുള്ള അഭേദ്യമായ ആഴമായ ബന്ധം നൽകണമേ. ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ സ്നേഹത്തെ, അങ്ങയുടെ കരുണയെ, അങ്ങയുടെ ശക്തിയെ, അങ്ങയുടെ ജീവനെ, അങ്ങ് നൽകുന്ന കൃപയെ രുചിച്ചറിയട്ടെ. പ്രാർത്ഥിക്കും മക്കളെ, നമ്മുടെ മക്കൾക്ക് അത് കിട്ടിയാൽ മതി. ഈശോയെ, ആ വലിയ ഭാഗ്യം ഞങ്ങളുടെ മക്കൾക്ക് നൽകണം. എന്തു വന്നാലും അങ്ങയുടെ സന്നിധിയിൽ നിന്ന് വിട്ടു പോകാത്തൊരു ബന്ധം ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് നൽകണമേ. മക്കൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും, ഞങ്ങളുടെ വൈദികർക്കും, സന്യസ്തർക്കും, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ. പ്രത്യേകിച്ച് പ്രായമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. വാർദ്ധക്യത്തിൽ കഴിയുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മരണാസന്നരായ മക്കളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങനെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട എല്ലാ മക്കളെയും ഞങ്ങൾ അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സാന്നിധ്യം എല്ലാവരും അനുഭവിക്കട്ടെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കള് അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ച് വളരട്ടെ. ഞങ്ങളുടെ മക്കളായിരിക്കുന്ന അവസ്ഥയിൽ അങ്ങയുടെ സാന്നിധ്യം അങ്ങ് ഇന്നലെ പറഞ്ഞ പോലെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അങ്ങയുടെ മടിയിൽ ശാന്തമായിട്ട് വിശ്രമിക്കാൻ, അങ്ങയുടെ സന്നിധിയില് ശാന്തമായിട്ട് ആശ്രയിച്ച് പ്രത്യാശ വയ്ക്കാൻ ഞങ്ങളുടെ മക്കൾക്ക് അങ്ങയുമായി ആഴമായ ബന്ധം അങ്ങ് ഉറപ്പിച്ചു നൽകണമേ. അങ്ങയെ കൈവിട്ട മക്കളെ കർത്താവെ അങ്ങ് തന്നെ കൈപിടിച്ച് അങ്ങയോട് ചേർക്കണമേ. ഞങ്ങളുടെ മക്കൾ ആരും അങ്ങയെ കൈവിട്ട് പോകാൻ ഇടയാകാത്ത വിധം ഈശോയെ അങ്ങയെ അവർക്ക് അനുഭവവേദ്യമാക്കി കൊടുക്കണമേ. അതിനുവേണ്ടി ഞങ്ങളുടെ മക്കൾക്ക് അത്ഭുതങ്ങള്, രോഗശാന്തി, പഠനത്തിൽ വിജയം, അങ്ങ് നൽകിയ കൃപകള്, അനുഗ്രഹങ്ങള് അനുഭവിച്ചറിഞ്ഞ് നന്ദിയോടെ അങ്ങയോട് കൂടി ആയിരിക്കാനും വേണ്ട അത്ഭുതങ്ങളും അടയാളങ്ങളും കൂടി ഞങ്ങളുടെ മക്കൾക്ക് നൽകണം ഈശോയെ. ഞങ്ങളുടെ മക്കൾ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ പഠനം, അവരുടെ ജോലി, അവരുടെ ഭാവി, അവരുടെ സ്വഭാവം, അവരുടെ വ്യക്തിബന്ധങ്ങള്, അവരുടെ ശീലങ്ങള് എല്ലാം സമർപ്പിക്കുന്നു. വേണ്ടാത്ത ബന്ധങ്ങള്, വേണ്ടാത്ത ലഹരി, വേണ്ടാത്ത കാഴ്ചകള്, മൊബൈൽ അടിമത്തങ്ങള്, ചില പൈശാചിക പീഡകള് ഞങ്ങളുടെ മക്കളെ കെണിയിൽ ഒരുക്കി അങ്ങിൽ നകറ്റാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികള്, അവന്റെ കെണികള്, അവന്റെ ആ പ്രലോഭനങ്ങള് ഈശോയെ അങ്ങ് തന്നെ തകർത്തെറിഞ്ഞ് ഞങ്ങളുടെ മക്കളെ അവന്റെ പിടിയിൽ കൊടുക്കാതെ അങ്ങയിൽ വളരാൻ, അങ്ങയെ കൈവിടാതെ ജീവിക്കാനും ഞങ്ങളുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളെല്ലാ നിയോഗങ്ങളുടെ മേലും കർത്താവിന്റെ സാന്നിധ്യവും കർത്താവിന്റെ ശക്തിയും പ്രകടമാകട്ടെ. അതനുഭവിച്ചറിഞ്ഞ് കർത്താവിനെ കൈവിടാതെ നമ്മുടെ മക്കൾ എന്നും കർത്താവിൽ ജീവിക്കട്ടെ, കർത്താവിൽ വളരട്ടെ, കർത്താവിൽ നിന്ന് ഫലങ്ങൾ പുറപ്പെടുവിക്കട്ടെ. ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി അങ്ങെല്ലാം ചെയ്യണമേ. യുദ്ധം ചെയ്യണമേ, സംരക്ഷിക്കണമേ, വളർത്തണമേ, ഫലം പുറപ്പെടുവിക്കണമേ. പഠനത്തിലും ജോലിയിലും എല്ലാത്തിലും അങ്ങയുടെ സാന്നിധ്യം അവർക്ക് വിജയം നൽകട്ടെ. പ്രാർത്ഥിക്കുന്നു ഈശോയെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും
പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, അങ്ങ് ഇന്ന് ചിന്തേണ്ട വരങ്ങള്, കൃപകള് മറ്റൊന്നിനു വേണ്ടിയല്ല. ഞങ്ങളുടെ മക്കള് അങ്ങയെ കൈവിടാതെ അങ്ങയോട് ചേർന്ന് നിന്ന് അങ്ങയിൽ വളരാനുള്ള കൃപ, വരങ്ങള് ഞങ്ങളുടെ മക്കളിലേക്ക് ചൊരിയണമേ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കൃപകളും അനുഗ്രഹങ്ങളും ഈ ആശീർവാദത്തോടെ സ്വീകരിച്ച മക്കളെ യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ മക്കളെ, നിങ്ങൾ ശുശ്രൂഷ സാധിക്കുന്നവർക്കൊക്കെ പങ്കുവെച്ച് കൊടുക്കണം. മാത്രമല്ല, ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന മക്കള് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന അനേക മക്കൾക്ക് വേണ്ടി അതിശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഇന്നലെ നമുക്ക് ദിവ്യയാത്ര പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ ഫുൾ ടൈം ആരാധനയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. നിങ്ങളെല്ലാവരും ഈശോയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഒരു അന്ധകാരം നിറഞ്ഞ പ്രത്യേക ലോകമാണ് മക്കളെ. അതുകൊണ്ട് കർത്താവിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് വിളിച്ചിറക്കി ഇടപെടുത്തിച്ച് നമുക്ക് പോകണം. അതുകൊണ്ട് ഈ ഒരു കൂട്ടായ്മ ഇത്രയൊന്നും പോരാ, അനേക ആയിരങ്ങളിലേക്ക് എത്തണം ഇനി. അത് നിങ്ങളുടെ ഒരു സുവിശേഷ വേലയാണ്. നിങ്ങൾ അനേകരും പറയണം, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നതൊക്കെ പറയണം. ശുശ്രൂഷയെ കൂട് അനേകം പേര് ഇപ്പൊ വിളിക്കുന്നുണ്ട്, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് പോരാ, അനേക ആയിരങ്ങളിലേക്ക് എത്തണം. ഈ കാലഘട്ടത്തിന്റെ ഒരു ശുശ്രൂഷയാണ്. മക്കള് പോയാൽ പിന്നെ എന്താ മക്കളെ നമ്മുടെയൊക്കെ അവസ്ഥ? അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പോയ മക്കൾ തിരിച്ചു പിടിക്കണം. നഷ്ടപ്പെടാത്ത മക്കൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാന്ന് പറഞ്ഞ എളുപ്പമുള്ള പരിപാടിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രമാത്രം പ്രലോഭനങ്ങളും തിന്മകളും ലോകാരൂപിയും അതിന്റെ ആധിപത്യങ്ങളും മീഡിയ കൂട്ടുകെട്ട് എല്ലാം ഒരു പ്രത്യേക അവസ്ഥയിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന് മുമ്പിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം നമുക്കും നമ്മുടെ തലമുറയ്ക്കും നമ്മുടെ വരും തലമുറയ്ക്കും നഷ്ടമല്ല, അനുഗ്രഹമാണ്. അത് അറിഞ്ഞുകൊണ്ട് പങ്കുചേരുക. അനേക മക്കൾക്ക് പങ്കുവെച്ചു കൊടുക്കുക. ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈശോയുടെ കൂടെ ആയിരിക്കുക. ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക. അച്ഛൻ്റെ നടുവേദനയ്ക്ക് വേണ്ടി കുറേ പേര് പ്രാർത്ഥിച്ചു. അച്ഛന് മെസ്സേജൊക്കെ വിട്ടു. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയാണ്. വീണ്ടും നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒപ്പം തന്നെ നമ്മുടെ ശുശ്രൂഷയെ സഹായിക്കാനുള്ളവരൊക്കെ അതൊക്കെ കണ്ടറിഞ്ഞ് സഹായിച്ചേക്കണം. മാത്രമല്ല, നമ്മുടെ അടുത്ത ധ്യാനം 16, 17, 18, 23, 24, 25 സാധിക്കുന്ന എല്ലാവരും ഒരു വീക്കെൻഡ് അല്ല മക്കളെ, കർത്താവിൻ്റെ കൂടെ വന്നിരിക്കും. ഈ ആലയത്തിൽ വന്ന് വചനം കേൾക്ക്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി, മരിച്ചുപോയവർക്ക് വേണ്ടി, നമ്മുടെ വീടിന് എല്ലാത്തിനും വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ മാസത്തെ 2 ധ്യാനങ്ങളിലേക്ക് നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുകയാണ്. നേരത്തെ കൂട്ടിയൊക്കെ ബുക്ക് ചെയ്യുക. എല്ലാവരും വന്ന് പങ്കെടുക്കുക, മറ്റുള്ളവരോട് പറയുക. അങ്ങനെ വലിയൊരു അഭിഷേകത്തിന്റെ നിറവ് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും കർത്താവ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ.